Mahatma is not just a ceremony, it is tradition, culture, and values in their most sacred form. This act of showing earnest reverence is a culmination of age old knowledge along with a deep understanding of gratitude in one's personal life. The Honorable Prime Minister paying homage to the father of the nation, Mahatma Gandhi, symbolizes a transition of eras and yet the endurance of the ethos of being a humble soul, the prime representative of 1 billion+ souls, paying obeisance on behalf of all of us, showing what we all feel. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഘട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പുഷ്പാർച്ചന അല്പസമയത്തിനകം തന്നെ നടത്തും. ആന്റണി ദിസ്റ്റോർ ചേരുന്ന വിവരങ്ങളുമായി. ആന്റണി, എന്തായാലും 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് നിറവിലാണ് രാജ്യമുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഘട്ടിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ചെങ്കോട്ടയിലെത്തി ദേശീയ പതാക ഉയർത്തും. വിപുലമായ പരിപാടികളാണ് രാജ്യത്തുടനീളം നടക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും അഭിമാനത്തിൻ്റെ വലിയ നിറവിലാണ് രാജ്യമുള്ളത്. രാജ്യം 80ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി തന്നെയാണ് പതിവ് പോലെ ആഘോഷം ഇക്കുറിയും നടക്കുന്നത്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ 7:30 ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തും. അതിന് മുന്നോടിയായി പ്രധാനമന്ത്രി മഹാത്മാഗാന്ധി, രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമായ രാജ്ഘട്ടിൽ പുഷ്പാർച്ചന അർപ്പിക്കുകയാണ്. ഇതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രി ചെങ്കോട്ടയിലേക്ക് എത്തുക. ചെങ്കോട്ടയിൽ എത്തിയ ശേഷം 7:30 ദേശീയ പതാക ഉയർത്തും. അതിനുശേഷം ഈ ദേശീയ പതാക ഉയർത്തിയതിനു ശേഷം 21 ഗൺ സല്യൂട്ടുകൾ സേന മുഴക്കും. ഈ ദേശീയ പതാക ഉയർത്തുന്ന സമയത്ത് തന്നെ ഈ ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടിയും നടക്കും എന്നുള്ളതാണ്. അതിനുശേഷം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഇക്കുറി ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായി വന്ദേ മാതരം ആലപിക്കും എന്നുള്ളതാണ്. ആദ്യം വന്ദേ മാതരമായിരിക്കും ആലപിക്കുക, അതിനുശേഷമായിരിക്കും ദേശീയഗാനം ആലപിക്കുക എന്നുള്ളതാണ്. വന്ദേ മാതരത്തിൻ്റെ 150ാം വാർഷിക ആഘോഷം കൂടി ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ യുവശക്തിയുടെ ആഘോഷവുമുണ്ട്. അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു ആഘോഷമാണ് ഇന്ന് ഈ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നടക്കുന്നത്. ഏതായാലും അതിൻ്റെ ചടങ്ങുകൾ ഇപ്പോൾ ഭാഗമായി തുടങ്ങിയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ രാജ്ഘട്ടിൽ പുഷ്പാർച്ചന അർപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം ചെങ്കോട്ടയിലേക്ക് പോവുകയാണ്. ചെങ്കോട്ടയിൽ എത്തിയ ശേഷം ആയിരിക്കും അദ്ദേഹം അവിടെ ദേശീയ പതാക ഉയർത്തുക. 5000-ഓളം അതിഥികളാണ്, വിവിധ രാജ്യങ്ങളിൽ നിന്നടക്കം 5000-ഓളം പേരാണ് ഈ ചടങ്ങിൽ ഇന്ന് പങ്കെടുക്കുന്നത്. മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ്, അതുപോലെ തന്നെ ക്ഷണിക്കപ്പെട്ട അതിഥികൾ, വിദ്യാർത്ഥികൾ, അങ്ങനെ വിവിധ ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ഇങ്ങനെയാണ് ചടങ്ങ്. ഡൽഹിയിലെ ഏരിയ ജനറൽ ഓഫീസർ പ്രധാനമന്ത്രിയെ ദേശീയ പതാക ഉയർത്തുന്നതിനായി ചെങ്കോട്ടയിലെത്തിയ ശേഷം ക്ഷണിക്കും. അവിടെ നിന്ന് അദ്ദേഹത്തെ സഹായിക്കുക ഇത്തവണയും ഒരു വനിതയാണ്. ക്യാപ്റ്റൻ സോണിയ സിംഗ് ചൗഹാൻ ആയിരിക്കും ദേശീയ പതാക ഉയർത്തുന്നതിനായി പ്രധാനമന്ത്രിയെ സഹായിക്കുക എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും 21 ഗൺ സല്യൂട്ട് മുഴങ്ങുക. ഈ ദേശീയ പതാക ഉയർത്തുന്നതിനോടൊപ്പം തന്നെ 21 ഗൺ സല്യൂട്ട് മുഴങ്ങും. അതുപോലെ തന്നെ ഇത്തവണ MI ലൈറ്റ് ഫീൽഡ് ഗൺസ് ഉപയോഗിക്കുന്ന സെറിമോണിയൽ ബാറ്ററി ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ചായിരിക്കും ഇത്തവണ ഇത് നടക്കുക. അതേപോലെ തന്നെ തുടർന്ന് സാധാരണ നിലയിലുള്ള പോലെ തന്നെ ഈ ഹെലികോപ്റ്ററിൽ ഈ പുഷ്പവൃഷ്ടി നടക്കും. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. നമുക്കറിയാവുന്നതുപോലെ വിദ്യാർത്ഥി സമരം, ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തിന് ശേഷമാണ് ഈ സ്വാതന്ത്ര്യദിനം നടക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത ഇക്കുറിയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി എന്തായിരിക്കും പറയാൻ വേണ്ടി പോവുക എന്നുള്ളത് ഒരു ആകാംക്ഷയുള്ള കാര്യം തന്നെയാണ്. രാജ്യത്തെ യുവാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരിക്കും ഒരുപക്ഷെ പ്രധാനമന്ത്രി അതിനായിരിക്കും കൂടുതൽ യുവാക്കളോട് സംവദിക്കാനുള്ള കാര്യങ്ങളായിരിക്കാം പ്രധാനമന്ത്രി ഇന്ന് കൂടുതൽ പറയുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഏതായാലും അത്തരത്തിൽ അത് കേന്ദ്രീകരിച്ചുള്ളൊരു പ്രസംഗമായിരിക്കും ഇന്ന് പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നടത്തുക. നേരത്തെ RSS മേധാവി അടക്കം പറഞ്ഞിരുന്നു രാജ്യത്തെ യുവതയെ ഇക്കാര്യത്തിൽ അഭിസംബോധന ചെയ്യണം, അവരോട് സംസാരിക്കണം എന്നുള്ള കാര്യം. നരേന്ദ്രമോദിയും പല കുറി ഇൻസ്റ്റഗ്രാമിലടക്കം വന്ന് ഈ യുവാക്കളുമായി അടുക്കാനുള്ള ശ്രമങ്ങൾ, അവരുമായി സംവദിക്കാനുള്ള ശ്രമങ്ങളൊക്കെ പ്രധാനമന്ത്രി നടത്തുന്നുണ്ട്. ഏതായാലും അതിൻ്റെ ഭാഗമായി കൂടിയായിരിക്കും ഇന്ന് ചെങ്കോട്ടയിലെ പ്രധാനമന്ത്രിയുടെ അഭിസംബോധന എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ചെങ്കോട്ടയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിച്ചേരും. അവിടെ
ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണ്. വലിയ സുരക്ഷയാണ് ഡൽഹിയിൽ ഇന്നലെ മുതൽ ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ വിവിധ സൈന്യത്തിൻ്റെ അടക്കം കനത്ത സുരക്ഷയിലാണ് ഡൽഹി രാജ്യ തലസ്ഥാനം ഉള്ളത്. പൂർണ്ണമായ ഒരു സുരക്ഷയിലാണ് ഉള്ളത്. ഏതായാലും പ്രധാനമന്ത്രി അല്പസമയത്തിനകം എത്തിച്ചേരും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ചടങ്ങുകൾ എല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. ഇത്തവണ ഈ വന്ദേ മാതരം ആലപിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നതിന്. 2500 നാഷണൽ കേഡറ്റ് കോർപ്സ്, അതായത് NCC കേഡറ്റുകളും മൈ ഭാരത് വോളണ്ടിയർമാരുമായിരിക്കും ഈ ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിക്കുക. അതിനുശേഷമായിരിക്കും ദേശീയ ഗാനം ആലപിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ 5000-ഓളം പ്രത്യേക അതിഥികളെയാണ് ക്ഷണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ അതിഥികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അന്താരാഷ്ട്ര യോഗാ ദിന വോളണ്ടിയർമാർ, അതുപോലെ തന്നെ PM മുദ്ര യോജനയ്ക്ക് കീഴിലുള്ള വനിതാ സംരംഭകർ, മികച്ച പ്രകടനം കാഴ്ചവെച്ച മൈ ഭാരത് വോളണ്ടിയർമാർ, PMAYയുടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഗുണഭോക്താക്കൾ, PM സ്വനിധിക്ക് കീഴിലുള്ള തെരുവ് കച്ചവടക്കാർ തുടങ്ങിയവർ ഈ അതിഥികളുടെ പട്ടികയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് 1500-ലധികം ആളുകൾ പരമ്പരാഗത ഇന്ത്യൻ വസ്ത്രങ്ങൾ ധരിച്ച് ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിവിധ സേനകളുടെ മേധാവിമാർ, അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം ഈ ചടങ്ങിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏതായാലും നമുക്കറിയാവുന്നതുപോലെ രാജ്യം അതിൻ്റെ 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ നിറവിലാണ്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിലേക്ക് എത്തിച്ചേരും. അതിനുശേഷം അദ്ദേഹം ദേശീയ പതാക ഉയർത്തും. അതിനുശേഷം അഭിവാദ്യം സ്വീകരിക്കും. അതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക. ഏതായാലും വലിയ രീതിയിലുള്ള പരിപാടികളാണ് രാജ്യത്ത് ഇന്ന് അരങ്ങേറുന്നത്. 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ നിറവിലാണ് രാജ്യമുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം അല്പസമയത്തിനകം തന്നെ ചെങ്കോട്ടയിലേക്ക് എത്തി ദേശീയ പതാക ഉയർത്തും. അതിവിപുലമായ പരിപാടികളാണ് രാജ്യത്തുടനീളമുള്ളത്. കനത്ത സുരക്ഷയിലാണ് ഡൽഹി അടക്കമുള്ളത്. അതോടൊപ്പം തന്നെ ചരിത്രത്തിൽ ആദ്യമായി വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കുന്ന ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷം കൂടിയായിരിക്കും ഇന്നത്തേതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകത കൂടി ഇന്നത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനുണ്ട്. ചരിത്രത്തിൽ തന്നെ ആദ്യമായി ആയിരിക്കും വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി वायुसेना के जांबाज Mi-17 हेलीकॉप्टर ദേശീയ പതാക ഉയർത്തും. पूरी तरीके से तैनात हैं और ये वो Mi-17 हेलीकॉप्टर्स हैं जो जब प्रधानमंत्री महोदय ध्वजारोहण करेंगे उसके ठीक बाद लाल किले की प्राचीर के सामने लाल किला परिसर को पुष्प वर्षा से आच्छादित करते हुए नजर आएंगे। मौसम चाहे कैसा भी हो, परिस्थितियां अनुकूल हों या प्रतिकूल हों, लेकिन देश के स्वाधीनता दिवस समारोह में भाग लेने वाले प्रतिभागियों का उत्साह, उनका जज्बा देखते ही बनता है। हर आम और खास व्यक्ति आज के इस राष्ट्रीय उत्सव के समारोह में जुड़कर खुद को बेहद खुश, प्रसन्न और भाग्यशाली महसूस करता हुआ नजर आता है। And this is truly a moment for these children, these cadets who are here at the Independence Day celebrations. Imagine being from varied parts of the country and then coming together in unison, getting prepared, getting ready, reaching here early in the morning and then excitedly waiting for the Honorable Prime Minister and his inspiring words. And there's the cavalcade of the Honorable Prime Minister now swiftly moving towards the ramparts of the Red Fort. माननीय प्रधानमंत्री श्री नरेंद्र मोदी का काफिला लाल किले की प्राचीर पर पहुंच रहा है। सधी हुई रफ्तार से अग्रसर ये काफिला ब्यूगलर्स का बिगुल घोष इस बात का परिचय देता हुआ कि माननीय प्रधानमंत्री महोदय देश के सर्वोच्च नेतृत्व का आगमन हो रहा है। दुनिया के सबसे ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിലേക്ക് എത്തുകയാണ്. രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം ഇപ്പോൾ
ചെങ്കോട്ടയിലേക്ക് എത്തുകയാണ്. 80-ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ നിറവിലാണ് രാജ്യമുള്ളത്. പ്രധാനമന്ത്രി അല്പസമയത്തിനകം ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തും. ചരിത്രത്തിൽ തന്നെ ആദ്യമായി വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചുകൊണ്ടായിരിക്കും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനാഘോഷ ആഘോഷങ്ങൾക്ക് തുടക്കമാകുന്നത്. ഇപ്പോൾ എന്തായാലും പ്രധാനമന്ത്രി ചെങ്കോട്ടയിലേക്ക് എത്തിയിരിക്കുകയാണ്. രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം ഗാന്ധി സ്മൃതിയിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം അദ്ദേഹം ഇപ്പോൾ ചെങ്കോട്ടയിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തും. അതിനുശേഷം രാജ്യത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് ചരിത്രത്തിൽ തന്നെ ആദ്യമായി വന്ദേമാതരം ആലപിക്കുന്നു എന്ന പ്രത്യേകതയും ഇത്തവണ ഉണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ചെങ്കോട്ടയിൽ എത്തിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കനത്ത സുരക്ഷയിലാണ് രാജ്യ തലസ്ഥാനമുള്ളത്. The Indian Army is the coordinating service for the Independence Day celebrations this year. The Guard of Honor will be commanded by Lieutenant Colonel Arjun Singh. गार्ड कमांडर लेफ्टिनेंट कर्नल अर्जुन सिंह, माननीय प्रधानमंत्री महोदय का आगमन होता हुआ लाल किले की प्राचीर पर विधिवत स्वागत के लिए उपस्थित रक्षा मंत्री श्री राजनाथ सिंह, रक्षा राज्य मंत्री श्री संजय सेठ, रक्षा सचिव श्री राजेश कुमार सिंह, गार्ड ऑफ ऑनर में थल सेना दस्ते की कमान संभाली है मेजर आदित्य शर्मा ने। नौ सेना दस्ते की कमान लेफ्टिनेंट कमांडर नीलम राणा और वायुसेना दस्ते की कमान स्क्वाड्रन लीडर विपिन कुमार संभाल रहे हैं। दिल्ली पुलिस दस्ते की कमान एडिशनल डीसीपी श्री विनीत कुमार संभाल रहे हैं। प्रधानमंत्री महोदय का विधिवत स्वागत लाल किले की प्राचीर पर रक्षा मंत्री श्री राजनाथ सिंह, रक्षा राज्य मंत्री श्री संजय सेठ, रक्षा सचिव श्री राजेश कुमार सिंह, जिन्होंने प्रधानमंत्री महोदय का परिचय कराया है दिल्ली जीओसी दिल्ली एरिया लेफ्टिनेंट जनरल राजेश सेठी से। और अब गार्ड ऑफ ऑनर माननीय प्रधानमंत्री महोदय को पेश किया जाएगा। गार्ड कमांडर द्वारा माननीय प्रधानमंत्री महोदय से सलामी गारद के निरीक्षण का अनुरोध और उसे स्वीकार करके वे सलामी गारद की ओर बढ़ रहे हैं। बैंड सुमधुर धुन बजाएगा और माननीय प्रधानमंत्री महोदय सलामी गारद का निरीक्षण करेंगे।
The guard of honor complete the Prime Minister walking swiftly towards the rampart of the Red Fort, where he will be greeted by Raksha Mantri Shri Rajnath Singh, Raksha Raj Mantri Shri Sanjay Seth, Chief of Defence Staff General N.S. Raja Subramani, Chief of the Air Staff Air Chief Marshal A.P. Singh, Chief of the Naval Staff Admiral Krishna Swaminathan, and Chief of the Army Staff General Dheeraj Seth. The General Officer commanding Delhi area will conduct the Prime Minister to the dais on the ramparts to hoist the national flag. The Prime Minister swiftly, smartly walking through the Lahori gate, now moving towards the central courtyard right behind the ramparts of the Red Fort. सम्मान गारद का निरीक्षण करने के उपरांत प्रधानमंत्री महोदय लाल किले की प्राचीर की ओर अग्रसर विशाल और भव्य लाहौरी गेट प्रवेश के लिए, जहां पर एक काठ का पुल है, 41 फीट ऊंचा और 24 फीट चौड़ा ऊंचा मेहराबदार दरवाजा, जिसकी 3 मंजिलें हैं। प्रधानमंत्री महोदय लाल किले की प्राचीर की ओर अग्रसर हो रहे हैं और कुछ ही समय के उपरांत वे यहाँ उपस्थित अपार जन समूह को संबोधित करेंगे, ध्वजारोहण करेंगे। Captain Sonia Singh Chauhan will assist the Prime Minister in hoisting the national flag. It will be synchronized with the 21-gun salute by the valiant gunners of the 172-1 field battery ceremonial. The ceremonial battery, utilizing the indigenous 105 mm light field guns, will be commanded by Major Pavan Singh Shekhawat. And the gun position officer will be Naib Subedar, Assistant Instructor in Gunnery, Anutosh Sarkar. माननीय प्रधानमंत्री महोदय का लाल किले की प्राचीर पर आगमन हो रहा है, जहां उनका स्वागत रक्षा मंत्री श्री राजनाथ सिंह, रक्षा राज्य मंत्री श्री संजय सेठ, रक्षा सचिव श्री राजेश कुमार सिंह, CDS जनरल NS राजा सुब्रमणी, थल सेना अध्यक्ष जनरल धीरज सेठ, नौसेना अध्यक्ष एडमिरल कृष्णा स्वामीनाथन और वायुसेना अध्यक्ष एयर चीफ मार्शल अमरप्रीत सिंह द्वारा किया गया। प्राचीर की ओर अग्रसर हैं माननीय प्रधानमंत्री महोदय। अन्य विशिष्ट अतिथिगण अपने अपने निर्धारित स्थान की ओर अग्रसर होते हुए उपस्थित जनसमूह उत्सुक प्रतीक्षा करते हुए प्रधानमंत्री महोदय के उद्बोधन की। The moment that everyone has been waiting for, and happily so. The moment the Prime Minister will reach the central dais of the ramparts, the prime representative of 1 billion plus souls, where he shall hoist the national flag. लाल किले के सामने का इलाका सर्वधर्म संभाव का परिचायक है, जहां पर श्री दिगंबर जैन लाल जी मंदिर है, साथ में उसके दाहिनी ओर प्राचीन गौरी शंकर मंदिर है और लाल किले के बाईं ओर भोजला पहाड़ी पर लाल पत्थर से बनी ऐतिहासिक जामा मस्जिद अपने विशिष्ट स्थापत्य कला के लिए मशहूर भारत की गंगा जमुनी संस्कृति की परिचायक। यहीं पर सीसगंज गुरुद्वारा भी है और बैप्टिस्ट चर्च भी है, जो सही अर्थों में भारत की सर्वधर्म संभाव की भावना का संप्रेषण करता हुआ नजर आता है। And we now approach the high point of the celebration, the unfurling of the national flag and the address to the nation, recognizing that citizens are the true driving engine of our democracy. This address will spotlight our national progress while charting a future defined by inclusion. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ രക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, അതോടൊപ്പം തന്നെ രക്ഷാരാജ്യമന്ത്രി സഞ്ജയ് സേത്ത്, പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. അതിനുശേഷം ഡൽഹി ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ലഫ്റ്റനന്റ് ജനറൽ രാജേഷ് സേത്തിയെ പ്രതിരോധ സെക്രട്ടറി പ്രധാനമന്ത്രിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന അതിനുശേഷം അദ്ദേഹം ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുകയുണ്ടായി. ആന്റണി ഡിസ്ചാർജ് ഉണ്ട് വിവരങ്ങളുമായി. ആന്റണി, അല്പസമയത്തിനകം തന്നെ ദേശീയ പതാക പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തും. അതിനുശേഷം രാജ്യത്ത് ചരിത്രത്തിൽ ആദ്യമായി തന്നെ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കുന്ന ഒരു ദിനം കൂടിയാണ് ഇന്ന്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ?
അതേ ദീപ്തി, ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിലേക്ക് എത്തിയിരിക്കുകയാണ്. 7:30 ദേശീയ പതാക ഉയർത്തുന്നതിനായി നിശ്ചയിച്ചിരിക്കുന്ന സമയം. 7:30 പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നതോടുകൂടി രാജ്യം അതിൻ്റെ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകൾക്ക് ഔദ്യോഗികമായ തുടക്കം കുറിക്കുകയാണ്. എന്തായാലും പ്രധാനമന്ത്രി രാജ്ഘട്ടിൽ പുഷ്പാർച്ചന അർപ്പിച്ച ശേഷമാണ് ചെങ്കോട്ടയിലേക്ക് എത്തിയത്. അവിടെ അദ്ദേഹത്തെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ളവർ ചേർന്നാണ് സ്വീകരിച്ചത്. അതിനുശേഷം അദ്ദേഹം ഗാർഡ് ഓഫ് ഓണർ പരിശോധിച്ചു. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം ചെങ്കോട്ടയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇക്കുറി അടുത്ത ഇതെന്ന് പറയുന്നത് ദേശീയ പതാക ഉയർത്തുക എന്നുള്ളതാണ്. 5000-ഓളം പേർ ഇതിനോടകം തന്നെ ഈ ചടങ്ങിന് സാക്ഷികളാകാനായി എത്തിയിട്ടുണ്ട്. ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് അവർ. ഏതായാലും പ്രധാനമന്ത്രി അല്പസമയത്തിനകം ദേശീയ പതാക ഉയർത്തും. ലഫ്റ്റനന്റ് കേണൽ സോണിയ ആണ് അദ്ദേഹത്തെ ഇത്തവണ ഈ ദേശീയ പതാക ഉയർത്തുന്നതിന് സഹായിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ സോണിയ സിംഗ് ചൗഹാൻ, ക്യാപ്റ്റൻ സോണിയ സിംഗ് ചൗഹാനാണ് പ്രധാനമന്ത്രിയെ ദേശീയ പതാക ഉയർത്തുന്നതിനായി സഹായിക്കുന്നതിനൊപ്പം തന്നെ 21 ഗൺ സല്യൂട്ടുകൾ കൂടി ദേശീയ പതാക ഉയർത്തുമ്പോൾ 21 ഗൺ സല്യൂട്ടുകൾ കൂടി മുഴങ്ങുകയും ചെയ്യും. അതിനുശേഷം ഈ ദേശീയ പതാക ഉയർത്തുന്നതിനൊപ്പം തന്നെ ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടിയും നടക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. നമുക്ക് കാണാവുന്ന പോലെ ലോക്സഭാ സ്പീക്കർ, അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ള കേന്ദ്ര മന്ത്രിമാരടക്കമുള്ളവർ ഈ ചടങ്ങിന് സാക്ഷികളാകാൻ എത്തിയിട്ടുണ്ട്. അതുകൂടാതെ 5000-ഓളം പേർ ഈ ചടങ്ങിന് വിവിധ രാജ്യങ്ങളിൽ നിന്ന്, നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ ക്ഷണിക്കപ്പെട്ട അതിഥികളായി എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ആ ചടങ്ങുകൾ അവിടെ വളരെ ആവേശത്തോടു കൂടി തന്നെ നടക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തും എന്നുള്ളതാണ്. അതിനുശേഷം ഈ ചടങ്ങുകൾ സമാപിക്കുക വന്ദേമാതരത്തോടു കൂടിയായിരിക്കും. വന്ദേമാതരം ആദ്യം ആലപിക്കും. അതിനുശേഷം ദേശീയ ഗാനവും ആലപിക്കുന്നതോടുകൂടി ചടങ്ങുകൾ സമാപിക്കും. നമുക്കറിയാവുന്ന പോലെ ചരിത്രത്തിൽ ആദ്യമായാണ് വന്ദേമാതരം ഈ വേദി ദേശീയ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ വേദിയിൽ പൂർണ്ണമായും ആലപിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇത്തവണ ഉണ്ട്. നമുക്കറിയാവുന്ന പോലെ പാർലമെന്റ് നിയമം പാസ്സാക്കുകയും ഒക്കെ കഴിഞ്ഞ വർഷകാല സമ്മേളനത്തിൽ ചെയ്തിരുന്നു. ഏതായാലും അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തും. ദേശീയ പതാക ഉയർത്തുന്നതോടുകൂടിയായിരിക്കും രാജ്യം അതിൻ്റെ 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിലേക്ക് ഔദ്യോഗികമായി കടക്കുക. ഏതായാലും പ്രധാനമന്ത്രിയുടെ അഭിസംബോധന ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രധാനമന്ത്രി എന്തായിരിക്കും ഇത്തവണ പറയുക എന്നുള്ളത് തന്നെയാണ്. കാരണം യുവാക്കളുടെ സമരം, വിദ്യാർത്ഥികളുടെ സമരം ഡൽഹിയിൽ നടന്ന ശേഷം, അതിനുശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്. പല ഘട്ടങ്ങളിൽ അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അടക്കം ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഇതാദ്യമായി പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഈ ഓരോ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ഓരോ വിഷയങ്ങളിലും ഊന്നിയുള്ളൊരു പ്രസംഗമായിരിക്കും നടത്തുക. ഏതായാലും ഇത്തവണ അത് രാജ്യത്തെ യുവാക്കളെ, വിദ്യാർത്ഥികളെ ഒക്കെ അഭിസംബോധന ചെയ്തുള്ളതായിരിക്കും എന്നുള്ളതാണ്. ഏതായാലും ആ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ് തത്സമയം.
पुलिस मानगो बचो After the hoisting of the national flag by the Honorable Prime Minister and the 21-gun salute, flower petals being showered at the venue by two Mi-17 helicopters of the Indian Air Force, one trooping the national flag and the other trooping a flag depicting Vande Mataram. The captains of the helicopters, Wing Commander Raja and Squadron Leader Ankit Varshane. What a sight to behold. वंदे मातरम के 150 वर्ष पूरे होने के शुभ और पावन अवसर पर Mi-17 हेलीकॉप्टर्स उनका झंडा लेकर आसमान में विलीन होते हुए और अब माननीय प्रधानमंत्री महोदय के उद्बोधन की प्रतीक्षा। प्रधानमंत्री महोदय विशिष्ट दर्शक दीर्घा में मौजूद विशिष्ट अतिथिगणों को अभिवादन करते हुए flower petals coming onto the ground like blessings from all our freedom fighters, from all our elders. Shri Bankim Chandra Chatterjee's song Vande Mataram, which still unites, still reverberates in our hearts, still ignites the hearts with patriotism. Contingents of the military band and the tri-services along with the Delhi police now marching smartly from the front of the ramparts towards the right of the ramparts of the Red Fort. What a march, stoic and precise. मेरे प्यारे देशवासियों, आज हम सब 80वां स्वतंत्रता दिवस मना रहे हैं। आज हर दिलों की धड़कन वंदे मातरम के नाद से गूंज रही है। आज हर घर तिरंगा है, हर मन तिरंगा है और देश उत्साह और उमंग के साथ नए संकल्पों को लेकर के आज आगे बढ़ रहा है। आप सबको स्वतंत्रता दिवस की बहुत बहुत शुभकामनाएं। देश आज उन महान सपूतों का पुण्य स्मरण करती है जिन्होंने देश की आजादी के लिए त्याग बलिदान की पराकाष्ठा, अपने तप त्याग और बलिदान से आजादी के एकमात्र लक्ष्य को लेकर के अपनी पूरी जिंदगी खपा दी।
पूज्य बापू समेत सभी स्वातंत्र सेनानियों को बलिदान की महान परंपरा जगाने वाले महान क्रांतिकारियों को आज मैं श्रद्धापूर्वक नमन करता हूं। आज जो इस समारोह में उपस्थित है उन सब के लिए आज एक ऐतिहासिक पल भी है। आजादी के बाद 15 अगस्त लाल किले पर पहली बार वंदे मातरम गूंज रहा। आज जब हम देश के लोग वंदे मातरम के 150 वर्ष मना रहे हैं तो इससे बड़ा उत्तम अवसर क्या हो सकता है। मेरे प्यारे देशवासियों, पिछले दिनों देश के कुछ हिस्सों में बाढ़ का प्रकोप रहा, भूस्खलन का प्रकोप रहा, अनेक परिवार प्रभावित हुए। उनके दुख दर्द को हम भली भांति अनुभव करते हैं। पीड़ित परिवारों को मैं विश्वास दिलाता हूं कि हम और पूरा देश उनके साथ खड़े हैं। मेरे प्यारे देशवासियों, कोई भी राष्ट्र तब महान बनता है, तब अपनी सिद्धियों को प्राप्त करता है जब अपने सपनों, अपने संकल्पों और अपने सामर्थ्य के दम पर आगे बढ़ता है। मेरे देशवासियों, अब छोटे सपनों से चलने वाला नहीं, हमें बड़े सपने, क्योंकि बड़े सपने हमारी सोच को भी विस्तार देते हैं, हमारी सोच की क्षितिज को विस्तृत करते हैं। हमारे संकल्प दृढ़ होने चाहिए। जब संकल्प दृढ़ होता है तो कठिनाइयों से, आपदाओं के बीच से रास्ते निकालने का सामर्थ्य अपने आप उभर करके आता है। और मेरे प्यारे देशवासियों, हमारे संकल्प भी ऊंचे होने चाहिए, क्योंकि जब सपने ऊंचे होते हैं, संकल्प ऊंचे होते हैं तो हमारे सामर्थ्य की ऊंचाई भी बढ़ती है, हमारे प्रयासों की ऊंचाई भी बढ़ती है और तब जाकर के हम सपनों को साकार कर सकते हैं। मेरे प्यारे देशवासियों, आज भारत ने भी एक बहुत बड़ा सपना देखा, दृढ़ संकल्प के साथ देखा, नई ऊंचाइयों को छूने के लिए देखा। और वो सपना है, जब आजादी के 100 साल होंगे, 2047 में हम विकसित भारत बना के रहेंगे। 140 करोड़ देशवासियों के पुरुषार्थ से इस लक्ष्य को हमें हासिल करना। और जब दुनिया की सबसे बड़ी आबादी वाला देश विकसित होने का संकल्प लेता है तो ये दुनिया की नजरों में भी हमारे साहस का परिचायक बन जाता है।
दुनिया हमारी तरफ देखने का नजरिया बदलने के लिए मजबूर हो जाती है। प्यारे देशवासियों, और मैं ऐसे ही नहीं कह रहा हूं, पिछले 12 वर्ष में देश के कोटि कोटि नागरिकों ने, दलित हो, पीड़ित हो, वंचित हो, आदिवासी हो, गांव में रहने वाला हो, शहर में रहने वाला हो, गरीब हो, मध्यम वर्ग का हो, युवा हो, बुजुर्ग हो, नारी हो, पुरुष हो, उत्तर हो, दक्षिण हो, पूर्व हो, पश्चिम हो, हर किसी ने पिछले 12 साल में एक संकल्प के साथ, समर्पण के साथ देश को नई ऊंचाइयों पर ले जाने में हर प्रकार से प्रयास किया। मैं उनके इस प्रयासों का आदरपूर्वक स्वीकार करता, और उसी का परिणाम है कि इतने कम समय में 25 करोड़ देशवासी गरीबी को परास्त करके गरीबी से बाहर निकले। इन्हीं देशवासियों का प्रयास का परिणाम है कि हम कभी फ्रेजाइल 5 में गिरे जाते थे। 12 साल के भीतर हम एक मेजर इकोनॉमी में फास्टेस्ट ग्रोइंग इकोनॉमी बन गए। साथियों, देश आजाद हुआ, बहुत सारे सपने लेकर के आजाद हुआ, लेकिन हम गति नहीं पकड़ पाए, रफ्तार नहीं पकड़ पाए। होती है, चलती है, अरे हो जाएगा, देखा जाएगा, उसी में खोए रहे। 2014 तक आते आते तो पूरे विश्व ने हमें फ्रेजाइल 5 के उस में डंप कर दिया। ऐसे समय पिछले 12 साल में भारत ने एक नई रफ्तार, तेज गति से हम आगे बढ़ रहे हैं, और देशवासियों का संकल्प है कि अब 140 करोड़ देशवासियों के संकल्प को, सामर्थ्य को रोकना नामुमकिन है। प्यारे देशवासियों, पिछले 12 वर्षों डिफेंस प्रोडक्शन करीब 4 गुना, खादी और ग्रामोद्योग का उत्पादन करीब 5 गुना हुआ, इलेक्ट्रॉनिक मैन्युफैक्चरिंग करीब 7 गुना बढ़ा, आधुनिक रेलवे कोच का निर्माण 21 गुना बढ़ा, मोबाइल फोन उत्पादन 33 गुना बढ़ा। इतना ही नहीं, आधुनिक युग को देकर के भी डिजिटल और इनोवेशन की दुनिया में भी हमने अपना परचम लहराया। इंटरनेट यूजर, इंटरनेट कंज्यूमर करीब 4 गुना बढ़े, पेटेंट ग्रांट होने की संख्या 4 गुना बढ़ी, डिजिटल ट्रांजैक्शन 100 गुना बढ़े। सामान्य मानवीय की सुविधाओं की तरफ भी हमने उतना ही गंभीरता से काम किया। हर साल औसतन 15 गुना ज्यादा तेजी से हमने नल से जल कनेक्शन दिए। हर साल औसतन 6 गुनी ज्यादा रफ्तार से लोगों को गैस कनेक्शन दिए। हर साल 4 गुनी रफ्तार से गरीबों के लिए टॉयलेट बनाने का काम किया। हर साल 3 गुना ज्यादा तेजी से गरीबों को घर देने का काम किया। देश ने गवर्नेंस में भी बहुत बदलाव लाया। हजारों की संख्या में कंप्लायंसेस खत्म की, सैकड़ों की तादाद में पुराने कानून खत्म किए। पिछली शताब्दी के कानूनों से 21वीं शताब्दी की मार्च नहीं हो सकती। हमने आधुनिक इंफ्रास्ट्रक्चर के लिए मेट्रो का विस्तार किया। हमने पब्लिक ट्रांसपोर्ट को ताकत दी। जिस स्पीड से काम, जिस स्केल पर काम किया, ये सब, ये रफ्तार, ये विस्तार, ये अचीवमेंट आजादी के बाद पहली बार पिछले 1 दशक ने देखा है।
और जब इतनी सारी सिद्धियां हमारे सामने हो, इतनी तेज गति दिखाई देती हो, देशवासियों का सामर्थ्य पल पल प्रकट होता है, तब तो 2047 में विकसित भारत बनने का संकल्प कभी भी अधूरा नहीं रह सकता है। ये सारे आंकड़े इस बात की गवाही देते हैं कि हम आगे बढ़ने वाले हैं, मेरे प्यारे देशवासियों। लेकिन उसके लिए आत्मविश्वास की जरूरत होती है, आत्मगौरव की जरूरत होती है, और साथ साथ आत्मनिर्भर भारत होना भी बहुत जरूरी होता है। और इसलिए बीते वर्षों में हमारा कन्विक्शन रहा है कि भारत को हमें अब दूसरे देशों पर निर्भर रह करके नहीं जीना, हमें आत्मनिर्भर बनना चाहिए। दुनिया में बहुत कुछ मिलता है, सस्ता मिलता है, जल्दी मिल सकता है, लेकिन उससे हमारा सामर्थ्य तैयार नहीं होता, न हमारे सामर्थ्य की कसौटी होती है। और इसलिए हमें भी अपनी क्षमताओं को बढ़ाना है, अपने हितों की सुरक्षा हमें खुद को करनी है। और इसलिए आत्मनिर्भर भारत का संकल्प बहुत दृढ़ता के साथ हम लेकर के आगे बढ़ रहे हैं। मेक इन इंडिया, स्वदेशी, वोकल फॉर लोकल, इन सारे क्षेत्रों में आज हर भारतीय का मन जुड़ रहा है। मेरे प्यारे देशवासियों, मैं आपको एक उदाहरण देता हूं, सेमीकंडक्टर। देश आजाद होने के बाद विश्व में तो